ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീരാജ് സർ ആണ്. സോ ഞാൻ വന്നിട്ടുള്ള നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും വൈകാതെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, 2 forces 4 Newton and 3 Newton acting perpendicular to each other, the magnitude of the resultant is. അല്ലേ, നമുക്കറിയാം റിസൾട്ടന്റ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉള്ളത് എന്താണ്, √a² പ്ലസ് b² പ്ലസ് 2ab cos θ ആണ് മക്കളെ, അല്ലെ 2ab cos θ. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് ഇവിടെ അറിയാം എന്താണ് ആംഗിൾ, അല്ലെ രണ്ടാൾക്കാരെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞല്ലേ. സോ ആംഗിൾ എത്ര വരിക, 90 ആണ് വരിക അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് പറയാം, r ഈക്വൽ ടു വരും √a² പ്ലസ് b² പ്ലസ് 2ab cos 90. എന്നാൽ cos 90 എന്താ 0 ആണല്ലേ. അങ്ങനെ എന്ത് ടേം 0 ആവും, 2ab cos θ ആണ് ഫുൾ ടേം എന്തായി പോവും, 0 ആയി പോവും. അങ്ങനെയാണ് ഇതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇനി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, √a² പ്ലസ് b². ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടന്റ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ഇക്വേഷൻ എടുത്താൽ മതി, √a² പ്ലസ് b² എടുത്താൽ മതി. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ, √a എത്രയാണ്, യെസ് 4 ആണ്. സോ 4² പ്ലസ് 3² അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, √4² എത്രയാണ്, 16 ആണ്, പ്ലസ് 3² എത്രയാണ്, 9 ആണ്. സോ എത്ര വരും, √25. എന്താണ് √25 എത്രയാണ്, യെസ് 5 ആണല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടി 5 ന്യൂട്ടൺ കിട്ടി. ക്ലിയർ അല്ലേ. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു അല്ലേ. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഇക്വാലിറ്റി ഓഫ് 2 വെക്ടേഴ്സ് അല്ലേ. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻസ് ഒക്കെയാ, അവർക്ക് എന്തായിരിക്കണം, ദേ ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലേ. എന്തായിരിക്കണം, സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. അതേപോലെ എന്തായിരിക്കണം, സെയിം ഡയറക്ഷനും ആയിരിക്കണം. സോ രണ്ടാൾക്കാരുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായിരിക്കണം, സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി u, ഇറ്റ് റീച്ചസ് ദ മാക്സിമം ഹൈറ്റ് ആൻഡ് കംസ് ബാക്ക് ടു ദ സെയിം പോയിന്റ്. ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് ദ മാക്സിമം ഹൈറ്റ് അല്ലേ. സോ മാക്സിമം ഹൈറ്റ് ലൈൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, നമുക്കറിയാം എന്താ വെലോസിറ്റി, എന്താ 0 ആണ്. ക്ലിയർ അല്ലേ. അവിടെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ അല്ലേ. ബി ക്വസ്റ്റ്യൻ എന്താണ്, ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് ദ ബോഡി ആണ്. നമുക്ക് എന്ത് വരയ്ക്കണം, അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫും വരയ്ക്കണം, സ്പീഡ് ടൈം ഗ്രാഫും വരയ്ക്കണം അല്ലേ. സോ എന്ത് ചെയ്യാം, ആദ്യം അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. നിങ്ങൾക്കറിയാം കല്ല് താഴെ നമ്മൾ മുകളോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ വെലോസിറ്റി കുറഞ്ഞു വരും അല്ലേ. നമ്മൾ ഇനീഷ്യലി എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്. സോ ആ വെലോസിറ്റി എന്ത് ചെയ്യും, ആദ്യം കുറഞ്ഞു വരും. പിന്നെ എന്ത് ചെയ്യും, അത് താഴോട്ടേക്ക് എന്ത് ചെയ്യും, വെലോസിറ്റി കൂടും. പക്ഷെ എന്ത് ഡയറക്ഷനിലാ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലേ. സോ വെലോസിറ്റി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ യെസ് ഡയറക്ഷൻ കൂടെ അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ക്ലിയർ അല്ലേ. സോ ഇതാണ് നമ്മുടെ എന്ത് വരിക, വെലോസിറ്റി ടൈം ഗ്രാഫ് വരിക. ക്ലിയർ അല്ലേ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കാം അല്ലേ. പക്ഷേ സ്പീഡിനകത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടെ എന്ത് ചെയ്യുന്നു, കല്ലിനെ എറിയുന്നു. മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു, യെസ് സ്പീഡ് കുറഞ്ഞ് അറ്റ് ടോപ്പ് പൊസിഷൻ എന്തായിട്ട് മാറുന്നു, അത് 0 ആയിട്ട് മാറുന്നു. പിന്നെ താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, അതിന്റെ സ്പീഡ് കൂടി വരുന്നു. ഓക്കെ അല്ലേ, സ്പീഡ് കൂടി മാക്സിമത്തിലേക്ക് ആവുന്നു. ഇതാണ് നമ്മുടെ എന്ത് സ്പീഡ് ടൈം ഗ്രാഫ് വരിക. ഓക്കെ യെസ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് അല്ലേ. എന്നാൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എ ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ ആണ് മക്കളെ. അല്ലെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ റേറ്റ് അല്ലേ. നമുക്കറിയാം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ, നമുക്കറിയാം എന്താ നമ്മുടെ ഇക്വേഷൻ എന്താണ്, യെസ് നമ്മുടെ ഇക്വേഷൻ ആണ് യെസ് r ഈസ് ഈക്വൽ ടു u² സൈൻ 2θ ബൈ g ആണ് അല്ലെ. ഇതാണ് നമ്മുടെ എന്ത് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ വരും അല്ലെ. ബി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ ദ മാക്സിമം റേഞ്ച് അല്ലെ. നമുക്കറിയാം മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര ആംഗിൾ അല്ലെ, എത്ര ആംഗിൾ അതിനെ പ്രൊജക്ട് ചെയ്യണം നമുക്കറിയാം. എന്താണ്, യെസ് θ ഷുഡ് ബി അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഷുഡ് ബി എന്തായിരിക്കണം, 45 ഡിഗ്രി ആയിരിക്കണം മക്കളെ. എത്രയാണ്, 45 ഡിഗ്രി ആയിരിക്കണം അല്ലെ. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ മാക്സിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ക്രിക്കറ്റർ ക്യാൻ ത്രോ ദ ബോൾ അല്ലെ. അവിടെ ആ ക്രിക്കറ്റർക്ക് എറിയാൻ കഴിയുന്ന മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം, നമുക്ക് ഈ സെയിം ഇക്വേഷൻ എടുക്കാം. യെസ് എന്താ വരിക, യെസ് r ഈസ് ഈക്വൽ ടു u² സൈൻ 2θ ബൈ g ആയിരിക്കണം. നമുക്കറിയാം ഇവിടെ θ എത്ര ആയിരിക്കണം, 45 ആയിരിക്കണം അല്ലെ. അങ്ങനെ വരും, സൈൻ 2θ ആണല്ലേ. സോ സൈൻ 2 × 45 എന്ന് വെച്ചാൽ എത്രയാണ്, 90 ആണ്. സോ സൈൻ 90 എത്രയാ, 1 ആണല്ലേ. സോ എന്ത് വരും അവിടെ, ബാക്കി എന്ത് വരും, r ഈസ് ഈക്വൽ ടു u² × സൈൻ 90 എന്ന് വെച്ചാൽ 1 ആണല്ലേ. സോ u² ബൈ എന്ത് വരും, g വരും അല്ലെ. u² ബൈ g ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, u² ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം, r × g എന്ന് പറയാം അല്ലെ. അങ്ങനെ u എന്തായിരിക്കും വരിക, √rg ആയിരിക്കും. നമുക്ക് എന്താ അറിയാം, r അറിയാം അല്ലെ. മാക്സിമം റേഞ്ച് എത്രയാ, അവിടെ നിന്ന് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാ, 100 ആണല്ലേ. സോ 100 × g എത്രയാ, 9.8 ആണ് മക്കളെ, 9.8 ആണ്. സോ എത്ര വരും, √980 വരും അല്ലെ. സോ √980 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇതിന്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചോളാം. ക്ലിയർ അല്ലേ. √980 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന എന്ത്, യെസ് വെലോസിറ്റി കൊടുക്കാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ. അതേപോലെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മച്ച് ഹൈ എബോവ് ദ ഗ്രൗണ്ട് ക്രിക്കറ്റർ ക്യാൻ ത്രോ ദ ബോൾ ആണല്ലേ. ഹൗ മച്ച് ഹൈ ചോദിച്ചാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, മാക്സിമം ഹൈറ്റ് ആണ്
കണ്ടുപിടിക്കണം അല്ലേ? അയാൾക്ക് ഏറ്റവും നല്ല ഹൈറ്റിൽ എറിയാൻ പറ്റുന്ന എപ്പോഴായിരിക്കും? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയായിരിക്കണം? വെർട്ടിക്കലി അപ്പോഴും അല്ലെ? വെർട്ടിക്കലി അപ്പോഴും ചെറിയ ആംഗിൾ എത്രയായിരിക്കണം? 90 ആയിരിക്കണം അല്ലെ? സോ എന്ത് ചെയ്യാം? മാക്സിമം ഹൈറ്റിന് എന്ത് ചെയ്യാം? ഇക്വേഷൻ ചെയ്താൽ അല്ലെ? എന്താണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ? എന്താണ് മക്കളെ? എന്താണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ? h is equal to അല്ലെ? h is equal to എന്ത് വരടാ മക്കളെ? h is equal to u square sin square theta by 2g ആണ് വരെ. u square sin square theta by 2g ആണ്. അവിടെ θ എത്രയാണ്? 90 ആയിരിക്കണം. θ എന്തായിരിക്കണം? 90 ആയിരിക്കണം. കാരണം കല്ല് എങ്ങനെ ഇരുന്നത്? വെർട്ടിക്കലി അപ്പോൾ ആയിട്ട് എറിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ? അവിടെ മാക്സിമം ഹൈറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ θ 90 ആണ്. sin 90 എന്താണ്? 1 ആണ്. അങ്ങനെ sin square 90 എന്താ? again 1 ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 തന്നെയാണ്. അങ്ങനെ നമ്മൾ h ന്റെ ഇക്വേഷൻ വരും h is equal to u square by 2g വരും. u square by 2g ആണല്ലേ? u നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചത് എന്താണ്? u എന്താണ് നോക്കിയേ? u എത്രയാ? റൂട്ട് 980 ആണല്ലേ? സോ നമുക്ക് എന്താ പറയാം? റൂട്ട് 980 സ്ക്വയർ ബൈ 2 into 9.8 ആണല്ലേ? നമുക്കറിയാം റൂട്ട് 980 സ്ക്വയർ എന്താ വരിക? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി. ബാക്കി ഇവിടെ എന്താ ഉള്ളൂ? 980 by 2 into 9.8 ആണല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 980 ഉം 9.8 കട്ട് ചെയ്യാം അല്ലെ? എത്ര ടൈംസ് വരിക? യെസ് 100 ടൈംസ് വരും അല്ലെ? ബാക്കി ഒന്നുകൂടെ 100 by 2 എന്ന് വെച്ചാൽ എത്ര വരിക? 50 ആണ്. സോ 50 മീറ്റർ ആണ് എന്ത് വരിക? നമ്മുടെ മാക്സിമം ഹൈറ്റ് വരിക. ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ പോണ്. എ ജാവലിൻ ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ആണല്ലേ? എത്ര ഡിഗ്രിയിലാണ്? 30 ഡിഗ്രിയിൽ അവർ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 5 meter per second ആണ് ഫ്രം ദ ഗ്രൗണ്ട് ആണ്. വാട്ട് ആർ ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ആണല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാകുന്ന വെലോസിറ്റിയും ആക്സിലറേഷൻ പറയണല്ലേ? നമുക്കറിയാം ഹയസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞിട്ട് വെലോസിറ്റി 0 ആവും. എന്ത് വെലോസിറ്റി 0 ആവുക? വെർട്ടിക്കൽ വെലോസിറ്റി ആണ് 0 ആവുക അല്ലെ? എന്ന് വെച്ചാൽ u sin θ ആണ് 0 ആണ്. u കോസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഹയസ്റ്റ് പോയിന്റിൽ അവിടെ എന്തുണ്ടാവും? വെലോസിറ്റി എന്തായിരിക്കും ഉണ്ടാവും അവിടെ മക്കളെ? വെലോസിറ്റി v എന്തായിരിക്കും വരിക? u cos θ ക്ക് ഈക്വൽ ആയിരിക്കും. u cos θ ക്ക് ഈക്വൽ ആയിരിക്കും അല്ലെ? ആണ് നമുക്ക് കണ്ടുപിടിക്കാം. u എത്രയാണ്? 5 ആണ്. ഇൻറ്റു എന്ത് വരും? cos θ എത്രയാണ്? 30 ആണ് അല്ലെ? സോ എന്ത് വരും? 5 into cos 30 എത്രയാ? റൂട്ട് 3/2 അല്ലെ? സോ എന്ത് വരും? റൂട്ട് 3/2 എന്ന് വെച്ചാൽ 5 റൂട്ട് 3/2 ഇത്രയും എന്ത് വരും? നമ്മുടെ യെസ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമ്മൾ ചോദിച്ചത് എന്താ? ആക്സിലറേഷനാ. നമുക്കറിയാം ആ കല്ല് മുകളിലാണെങ്കിൽ വെലോസിറ്റി വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയാലും അവിടെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടേക്കാ? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി എർത്ത് ആണല്ലേ? സോ ആക്സിലറേഷൻ സ്റ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എന്ത് ആക്സിലറേഷനാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണല്ലേ? സോ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ എത്രയാണ്? 9.8 ആണല്ലേ? താഴേക്ക് അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? യെസ് മൈനസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ വരിക. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ ആണല്ലേ? സോ അവിടെ എന്ത് വരച്ചിട്ടുണ്ട്? നമ്മളൊരു പ്രൊജക്ടൈലിന്റെ ഒരു ഫിഗർ അവിടെ വരച്ചിട്ടുണ്ട് അല്ലേ? അവിടെ എന്താ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട് അല്ലേ? നമുക്കറിയാം അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും അല്ലെ? എന്തൊക്കെയാ? യെസ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള u cos θയും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള u sin θയും ആണല്ലേ? നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യണം? മാക്സിമം ഹൈറ്റ് ആണല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മാക്സിമം ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്യാം അല്ലേ? ഇതാണ് നമ്മുടെ എന്ത്? മാക്സിമം ഹൈറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ എന്ത് വരിക? മാക്സിമം ഹൈറ്റ് വരിക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ പ്രൊജക്ടൈലിലെ മൊത്തം മോഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എത്ര നോക്കിയാൽ മതി മക്കളെ? എത്ര നമുക്ക് ആവശ്യമുള്ളൂ? നോക്കിക്കേ, ഇതാ ഈ ഒരു പോർഷൻ വരെ നമുക്ക് ആവശ്യമുള്ളൂ. നോക്കിക്കേ, ഈ ഒരു പോർഷൻ വരെ നമുക്ക് എന്ത് ആവശ്യമുള്ളൂ? ഈ ഒരു മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ. ഫുൾ മോഷന്റെ ആവശ്യമില്ല. സോ എന്ത് ചെയ്യാണ്? ഇതിന്റെ പകുതി മോഷൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. ക്ലിയർ അല്ലേ? സോ പകുതി മോഷൻ കൺസിഡർ ചെയ്യുന്നു. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന നമ്മുടെ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ആയിട്ടുള്ള v square is equal to എന്ത് വരും? v square is equal to u square plus 2as കൺസിഡർ ചെയ്യാൻ പോവാ. ഇവിടെ നമുക്കറിയാം അല്ലേ? ആ ടോപ്പ് പൊസിഷൻ നമ്മളെ എന്തെടുത്ത്? പകുതി മോഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കല്ല് അല്ലെ? നമ്മുടെ എന്താണ്? പ്രൊജക്ടൈൽ ബോഡി എവിടെ എത്തിയിട്ടുണ്ട്? ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട് അല്ലേ? അവിടെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റി എന്താ നമുക്കറിയാം അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഏത് കമ്പോണന്റ് സെലക്ട് ചെയ്യുന്നുണ്ട്? യെസ് ആക്സിലറേഷൻ കാണിക്കുന്ന യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്ന കമ്പോണന്റ് ഏതാ? u sin θ ആണല്ലേ? സോ u ക്ക് വരാൻ എന്തെടുക്കണം? അവിടെ u sin θ എടുക്കണം അല്ലെ? ഇവിടെ ആക്സിലറേഷൻ എന്ത് വരും? യെസ് g ആണ്. എന്ത് g ആണ്? മൈനസ് g വരും. s എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്താ വരിക? നമുക്കറിയാം അറ്റ് മിഡ് പോയിന്റ് ആണല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് പൊസിഷനില്ല എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും വരിക? അവിടെ മാക്സിമം ഹൈറ്റ് ആയിരിക്കും വരിക അല്ലെ? ആ മാക്സിമം ഹൈറ്റിനെ എന്ത് വിളിക്കുകയാണ്? h എന്ന് വിളിക്കുകയാണ്. സോ s എന്തായിട്ട് മാറി? h ആയിട്ട് മാറി.
ക്ലിയർ അല്ലേ? സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിൽ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മക്കളെ. സോ എന്ത് വരും, വി സ്ക്വയർ എന്ന് വെച്ചാൽ സീറോന്റെ സ്ക്വയർ ആണ്, ഈക്വൽ ടു എന്താണ്, യു സൈൻ തീറ്റയുടെ സ്ക്വയർ അല്ലെ, യു സൈൻ തീറ്റയുടെ സ്ക്വയർ വരും പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു എച്ച് എന്ന് വരും. ക്ലിയർ അല്ലേ? ഒന്നുകൂടി മാറ്റി താൻ പോവാണ്. സീറോ സ്ക്വയർ എന്താണ്, സീറോ തന്നെയാണ്. യു സൈൻ തീറ്റയുടെ സ്ക്വയർ എന്താ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് എന്ത് വരും അവിടെ, 2gh വരും അല്ലെ. ഈ മൈനസ് 2gh എന്ത് ചെയ്യാം, ഇപ്പുറത്തെ എടുക്കാൻ തന്നെ മാറും, അത് 2gh ആയി മാറും സാറേ. അങ്ങനെ എന്ത് വരും, യെസ് 2gh വരും, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും. അങ്ങനെയാണ് എച്ച് ഈസികൾ എന്താ വരിക, എച്ച് ഈസികൾ എന്ത് വരും, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് വരും. ഇതാണ് നമ്മുടെ എന്ത് വരിക, മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ വരിക, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ക്ലിയർ അല്ലേ? സോ ഇതേപോലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബോയ് ത്രോസ് എ ബോൾ ഓഫ് മാസ് 200 gram വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second at an angle of 45 degree ആണ് with the horizontal. What is the kinetic energy of the ball at the highest point of the projectile ആണല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിക്കണം എന്താ, കൈനറ്റിക് എനർജി ആണ്. ഇക്വേഷൻ എന്താ, ഹാഫ് എം വി സ്ക്വയർ ആണ്, ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ. നമുക്കറിയാം ഇവിടെ അല്ലെ, ഇവിടെ വെലോസിറ്റി എന്താവും, അത് ഹയസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം അല്ലെ. സോ നമുക്കറിയാം അവിടെ വെലോസിറ്റി സീറോ അറിയാം അല്ലെ. പക്ഷെ എന്ത് വെലോസിറ്റി സീറോ, വെർട്ടിക്കൽ വെലോസിറ്റി ആണ് സീറോ. അവിടെ എന്ത് വെലോസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിട്ടുള്ള യു കോസ് തീറ്റ അവിടെ ഉണ്ടല്ലേ. അങ്ങനെ ഇവിടെ വെലോസിറ്റി ആരെ കൊടുക്കണേ, അവിടെ യു കോസ് തീറ്റ കൊടുക്കണം. അങ്ങനെ എന്ത് വരും, കൈനറ്റിക് എനർജീസുകൾ എന്ത് വരും, ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ വരും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ എടുത്തില്ലേ പ്രശ്നമില്ല, എങ്ങനെ എടുത്താൽ മതി നോക്കിക്കേ, യു കോസ് തീറ്റയുടെ ഹോൾ സ്ക്വയർ എടുക്കാം, യു കോസ് തീറ്റയുടെ ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. യെസ്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സോ നമുക്ക് നേരെ ഓരോരുത്തർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ മാസം നമുക്ക് അറിയാം അല്ലേ. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസം എത്രയാ, 200 ഗ്രാമാ. നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, കിലോഗ്രാമിൽ ഏകദേശം എത്ര വരും, 0.2 കിലോഗ്രാം ഇൻറ്റു യു എത്രയാ വരിക, യു എത്രയാ വരിക മക്കളെ പറഞ്ഞോ, യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ. സോ എന്ത് വരും, നമുക്കാണെങ്കിൽ ഒന്നുകൂടി എഴുതാം, യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആണ് അല്ലെ. ഒന്നുകൂടി എഴുതാൻ പോവാണ്, കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 0.2 ഇൻറ്റു യു സ്ക്വയർ, യു എത്രയാ 20 meter per second ആണല്ലേ. സോ ആ 20 നമ്മൾ എന്ത് എടുക്കണം, സ്ക്വയർ എടുക്കണം എന്ന് വെച്ചാൽ എത്രയായി, യെസ് 400. ക്ലിയർ അല്ലേ, 400 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ആണല്ലേ. ഇവിടെ തീറ്റ എത്രയാ വരിക, ആംഗിൾ എത്രയാ, യെസ് 45 ആണല്ലേ. സോ കോസ് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റയുടെ സ്ക്വയറാ, കോസ് തീറ്റ കോസ് 45 എത്രയാ, 1/√2 ആണല്ലേ. സോ 1/√2 നമ്മൾ എന്ത് എടുക്കണം, സ്ക്വയർ എടുക്കണം സാറേ. ഓക്കെ അല്ലേ? സോ ഒന്ന് എടുക്കാൻ പോവാണ്, കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് എത്രയാ, 0.2 ആണ് അല്ലേ. സോ യു സ്ക്വയർ എത്രയാണ് അവിടെ കിട്ടി, നമുക്ക് 400 കിട്ടി അല്ലേ. ഇൻറ്റു എന്ത് വരും അവിടെ നോക്കിക്കേ, 1/√2 ഹോൾ സ്ക്വയർ ആണല്ലേ. സോ 1 സ്ക്വയർ ബൈ √2 ഹോൾ സ്ക്വയർ ആണ്. 1 സ്ക്വയർ എത്രയാണ്, യെസ് 1 ആണ്. √2 ഹോൾ സ്ക്വയർ എത്രയാണ്, 2 ആണ്. സോ ഇത്ര കിട്ടി. ഓക്കെ അല്ലേ? സോ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ എന്താ 2 400 ക്യാൻസൽ ചെയ്ത് എത്ര വന്നു, 200 വന്നു. ഓക്കെ അല്ലേ? എഗൈൻ ഞാൻ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത ദിവസം എത്ര വന്നു, 100 വന്നു. ഓക്കെ, ബാക്കി എത്രയാണുള്ളത്, കൈനറ്റിക് എനർജി കേസുകൾ വന്നു 0.2 ഇൻറ്റു 100 ആണ്. സോ കൈനറ്റിക് എനർജി എത്ര വരും, 0.2 ഇൻറ്റു 100 അല്ലേ. സോ എത്ര വരും അവിടെ, 20 ജൂൾ വരും. ഓക്കെ അല്ലേ? സോ 20 ജൂൾ ആണ് നമുക്ക് കിട്ടിയത്, അവിടെ ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി കിട്ടിയത്. ഓക്കെ അല്ലേ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്, ഇതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. സോ ഇത് അറിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഹോളിലേക്ക് കയറാം. നിങ്ങൾ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. സോ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ കാണാതെ പോകരുത്. സോ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരണം. സോ അതുവരേക്കും ബൈ.